ഹരിനന്ദനം ഭാഗം 10. രചന സ്വപ്നങ്ങളുടെ രാജകുമാരി. ഇതെന്തു പറ്റിയതാ? ഹരി ആരാഞ്ഞു. അത് വിറക്. കള്ളം പറയേണ്ട നന്ദു, ഹരി ദേഷ്യപ്പെട്ടു. നിന്നോടാ പറഞ്ഞ് സത്യം പറയാൻ. അത് രാകേഷിൻ്റെ ഷർട്ട് തേച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് സ്വാതി ചേച്ചി അയൺ ബോക്സ് എടുത്ത് വെച്ച് തന്നതാ. കയ്യിലാവാതിരിക്കാൻ നോക്കിയപ്പോൾ മാറി വൈറലായതാ. എന്നിട്ടാരും ഒന്നും പറഞ്ഞില്ലേ? എല്ലാവരും എന്നെയാ വഴക്ക് പറഞ്ഞേ. നീ ഇത് അമ്മയോട് പറഞ്ഞോ? നീ ഇത്രയും വേദന എങ്ങനെയാ സഹിച്ചേ? എനിക്കിതൊക്കെ ശീലമായ ഹരിയേട്ടാ. ഇന്നലെ നല്ല നീറ്റലുണ്ടായിരുന്നു. ചത്ത് കളഞ്ഞാലോ എന്ന് ഓർത്തതാണ്. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാത്തേ. അല്ലെങ്കിൽ തന്നെ ഞാൻ മരിച്ചാൽ ആർക്കാ വിഷമം? രാധമായി ചിലപ്പോൾ വിഷമിക്കും. എനിക്കും വിഷമമാവും നന്ദു. ആരിത് തന്നെയോ? നീ എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ വന്നു. നിന്നെ കാണാനായി വീട്ടിൽ ചെന്നപ്പോഴാണ് നിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ കാര്യം രാധമായി പറഞ്ഞേ. ഹരിയേട്ട, വീട്ടിൽ ഹീര ചേച്ചി എത്തിയിട്ടുണ്ട്. ഹരിയേട്ടൻ ഇവൾക്ക് കൂട്ടിരിക്കുകയാണെന്നും പറഞ്ഞ് അവിടെ നല്ല പുകിലാണ്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണ് വന്നത്. ഹരിയേട്ടൻ വീട്ടിൽ പൊയ്ക്കോ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, 5 ദിവസത്തെ കാര്യം തന്നെയല്ലോ, ഞാൻ നോക്കിക്കോളാം. ഇടയ്ക്കൊന്ന് വന്നാൽ മതി നീ. ഞാനിപ്പോൾ വീട് വരെ പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഹരി വീട്ടിലെത്തിയപ്പോൾ ഹീരയും സ്വാതിയും വീട്ടുപടിക്കൽ തന്നെയുണ്ട്. ഹരിയെ ചോദ്യം ചെയ്ത സ്വാതിയുടെ മുഖമടച്ച് ഒരടി കൊടുത്തുകൊണ്ടാണ് ഹരി മറുപടി പറഞ്ഞത്. ഹരിയുടെ ആ പ്രവൃത്തി ആർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനെ ഭയന്ന് ആരും പിന്നെ ഒന്നും ചോദിച്ചില്ല. 5 ദിവസവും ഹരി തന്നെയാണ് അവൾക്ക് കൂട്ടിരുന്നത്. അന്ന് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലേക്ക് വരുന്നത് നന്ദുവിനൊരു ആശ്വാസമായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതും ടീച്ചറമ്മ നന്ദുവിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പഠന ചിലവുകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇതുവരെയുള്ള നന്ദുവിൻ്റെ ചിലവുകൾ നോക്കി നടത്തിയത് ഹരിയാണെന്ന് അന്നയുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ വീഴും. അത് നന്ദുവിനൊരു പുതിയ അറിവായിരുന്നു. കല്യാണ തിരക്കുകൾക്കിടയിൽ നന്ദുവിനെ ടീച്ചറിൻ്റെ വീട്ടിൽ നിർത്തിയത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഹീരയും സ്വാതിയും അത് പുറത്തു കാട്ടിയില്ല. 1 മാസം കഴിഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയല്ലേ സ്വാതി? ഇപ്പോഴേ നീ ഹരിയുടെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തോ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്ന ഹീരയുടെ തേൻ പുരട്ടിയ വാക്കുകളിൽ സ്വാതി വീണു. ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ഹീര കണ്ടെത്തിയ കെണിയിൽ സ്വാതി വീണു. ആദ്യത്തെ 2 ദിവസം നന്ദുവിനെ അനുകരിക്കാൻ ശ്രമിച്ച സ്വാതി 3 വാല് ചുരുട്ടിയെങ്കിലും ഹീര വിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നന്ദനം സിനിമയിലെ 3 വയസ്സുതള്ളമാരുടെ അവസ്ഥയാണ് ഹീരയ്ക്കും സ്വാതിക്കും. ആരേലും ഒരു ഗ്ലാസ് വെള്ളം സ്വാതിയോട് ചോദിച്ചാൽ സ്വാതി ഹീരയെ വിളിക്കും. ഹീര പറയും, സ്വാതി നീ ഗ്ലാസ് എടുക്കെന്ന്. ചേച്ചി വെള്ളം ചൂടാക്കൂ. സ്വാതിയെ, നീ വെള്ളം കോരിയോ? അതിന് ചേച്ചി അടുപ്പ് കത്തിച്ചോ? അതിന് സ്വാതി വിറകെടുത്തോ? അങ്ങനെ വെള്ളം ചോദിച്ചവൻ അത് വേണ്ടാന്ന് പറയും വരെ അവർ രണ്ടാളും ചോദ്യോത്തരമേള തുടരും. ചുരുക്കി പറഞ്ഞാൽ ഹീരയും സ്വാതിയും കൂടെ ഭക്ഷണം വരെ ഓൺലൈൻ വരുത്താൻ തുടങ്ങി. അമ്മയുടെയും ഹരിയുടെയും വസ്ത്രം അവൻ തന്നെ അലക്കാൻ തുടങ്ങി. ആ വീട്ടിനകത്താക്കിയ വല്ലാത്തൊരു ശൂന്യത ഹരിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൻ അത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിന്നെ അവന് നന്ദുവില്ലാതെ പറ്റില്ല എന്ന് തോന്നി. അവൻ അമ്മയുടെ അടുത്ത് പോയി. എന്താ മോനെ ഈ നേരത്ത്? നിനക്ക് ഉറക്കം വരുന്നില്ലേ? അമ്മയ്ക്ക് നന്ദുവിനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലടാ മോനെ, ഇങ്ങി വന്നാൽ പിന്നെ അവൾക്ക് റെസ്റ്റ് കിട്ടൂല. അതുകൊണ്ടാണ് അവളെ ഇങ്ങി വിളിക്കാൻ ഞാൻ പറയാത്തേ. എന്തു ഇപ്പോൾ നീ ഇങ്ങനെ ചോദിക്കാൻ? അല്ലമ്മേ, എനിക്കും പറ്റണില്ല അവളില്ലാതെ. അവൾക്ക് പകരമാവാൻ വേറെ ആർക്കും പറ്റില്ല. അമ്മേ, എനിക്ക് സ്വാതിയെ കല്യാണം കഴിക്കാൻ പേടി തോന്നുന്നു. നന്ദുവിനെ പോലെയല്ല സ്വാതി. നിശ്ചയവും കഴിഞ്ഞ് കല്യാണത്തിന് തീയതിയും കുറിച്ചിട്ട് ഇനി എൻ്റെ കുട്ടി വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഓർക്കണ്ട. നന്ദുവിനെ പോലെയാകാൻ സ്വാതിക്ക് ഒരിക്കലും കഴിയില്ല. നീ ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഇനി സ്വാതിയുടെ ഇഷ്ടങ്ങൾ കൂടി നീ മനസ്സിലാക്കണം. എൻ്റെ കുട്ടി പോയി കിടന്നുറങ്ങാൻ നോക്ക്. നല്ല മഴക്കോളുണ്ട്. ജനലടച്ച് കുറ്റിയിട്ടോ കേട്ടോ. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹരിയുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായിരുന്നു. പെട്ടെന്ന് ഹരിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന വാതിലിൽ ആരോ തട്ടി വിളിച്ചു. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത്, അതും പാതിരാത്രി, ആരാകും എന്നോർത്തവൻ ലൈറ്റിടാൻ നോക്കി. ഇല്ല, കറണ്ടില്ല. ശക്തമായ മഴയിൽ കറണ്ട് പോയിരിക്കുന്നു. അവൻ വേഗം തന്നെ എമർജൻസി ഓണാക്കി വെച്ച് വാതിൽ തുറന്നു. പുറത്ത് നന്ദുവിനെ കണ്ട ഹരി ഞെട്ടി. അവൾ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ടോപ്പ് ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു. തലമുടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവളെ കണ്ട സന്തോഷത്തിൽ അവൻ അവളെ കെട്ടിപ്പിടിച്ചു. നീ ഈ രാത്രിയിൽ എങ്ങനെ വന്നേ? നീ ഇല്ലാതെ എനിക്കും അമ്മയ്ക്കും പറ്റുന്നില്ലായിരുന്നു. നീ ഇനി എങ്ങോട്ടും പോണ്ട. നിന്നെ എങ്ങോട്ടും വിടില്ല. അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകളിൽ അവൻ്റെ ചുണ്ടമർന്നു. ഹരി, നേരം എത്രയായെന്ന വിചാരം? നിനക്കിന്ന് ഓഫീസിൽ പോണ്ടേ എന്ന ഹീരയുടെ ചോദ്യമാണ് അവനെ സ്വപ്നത്തിൽ നിന്നും ഉണർത്തിയത്. താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാതെ ഹരി ആകെ കുഴങ്ങി. തുടരും.